ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 24-ാമത് വചനം. ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ, അതിൻ്റെ മൂക്കിൽ കയർ കോർക്കാമോ എന്ന വാക്യമാണ്. എന്താണ് ഈ വാക്യത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത്? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഇയ്യോബിനോട് ദൈവാത്മാവ് പറയുകയാണ്, നദീഹയം എന്ന ഒരു മഹാമൃഗത്തെ പോലെയാണ് ഞാൻ നിന്നെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മൃഗത്തോട് ഉള്ള ബന്ധത്തിൽ ചോദിക്കുകയാണ്, അതിശക്തിയുള്ള ഈ മഹാമൃഗ നോക്കി നിൽക്കെ അതിൻ്റെ മുൻപിലേക്ക് കടന്നു ചെന്ന് അതിനെ പിടിക്കുവാനോ അതിൻ്റെ മൂക്കിൽ കയർ കോർക്കുവാനോ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അസാധ്യമായ ഒരു സംഗതിയാണ് അത് എന്നോർപ്പിക്കുമ്പോൾ ഈ വാക്യം ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓർപ്പിക്കുന്ന നദീഹയം എന്ന് പറയുന്നതായ മഹാമൃഗത്തെ പോലെ നിന്നെയും ഞാൻ സൃഷ്ടിച്ചിരിക്കൊണ്ട് നീ നോക്കി നിൽക്കെ ശത്രുവിനെ നിന്നെ ബന്ധിക്കുവാനോ നിന്നെ ഇല്ലായ്മ ചെയ്യുവാനോ സാധിക്കില്ലെന്ന് നീ ആഴമായി മനസ്സിലാക്കണം എന്നോർപ്പിക്കുക തന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിനകത്ത് ഏറിയ നാളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം നൽകിയതായ തലമുറയായ ഒരു ശിംശോനെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ശിംശോൻ്റെ മേലുണ്ടായിരുന്ന ദൈവിക സാന്നിധ്യവും ദൈവശക്തിയുടെ ആഴവും അതെത്രമാത്രം വലുതായിരുന്നു. തന്നെ പിടിക്കണമെന്നും തന്നെ ഇല്ലായ്മ ചെയ്യണമെന്നും തന്നെ തകർക്കണമെന്നുമൊക്കെ ആഗ്രഹിച്ച് ആഴമായി നിൽക്കുന്ന ശത്രുരാജ്യത്തിൻ്റെ മുമ്പിൽ ശിംശോൻ ഓരോ ദിവസങ്ങളും ശക്തിയോടുകൂടി മുൻപോട്ട് പോകുമ്പോഴാണ് ശിംശോനെ കയറുകൊണ്ട് ബന്ധിക്കുവാൻ കഴിയുന്ന ഒരു മാർഗം എതിരാളിയുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. ആ നിലയിൽ ശിംശോനെ പിടിച്ച് ബന്ധിക്കുവാനായിട്ട് നോക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം വായിച്ചു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം അതുപോലെ തന്നെ 12-ാമത്തെ വാക്യം ഒക്കെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ശിംശോനെ ബന്ധിച്ചു എന്നുള്ള പദമാണ്. ബന്ധിക്കപ്പെട്ടതായ ശിംശോൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടായിരുന്നത് കൊണ്ട് താൻ ഉറക്കമുണർന്ന് ജടകുടഞ്ഞെഴുന്നേറ്റപ്പോൾ തന്നെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറുവാനും താൻ സ്വതന്ത്രനായി തീരുവാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്നോർപ്പിക്കുമ്പോൾ തന്നെ ഈ വാക്യം പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ബന്ധിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് ആഴമായി അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ നിയോഗവും ദൈവശക്തിയും നഷ്ടപ്പെടുത്തിയാൽ നിഷ്പ്രയാസം നിന്നെ ഒരാളിന് ബന്ധിക്കുവാനും നിൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുവാനും നിന്നെ പരസ്യ കോലമാക്കുവാനും കഴിയുമെന്നുകൂടി ശിംശോൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ വീഴ്ച ഭവിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നഷ്ടപ്പെട്ട ദൈവശക്തി തിരിച്ചു വന്നിട്ട് നീ മാനതയോടുകൂടി മുൻപോട്ട് പോവുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ടാകുമെന്നും പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നെങ്കിൽ ദൈവകൃപയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം
നമ്മെ ബന്ധിക്കുവാൻ ഒന്നിനും കഴിയില്ല എന്ന് ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ കഴിയേണ്ടതിന് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ശിംശോൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ 1, 3 കാലഘട്ടങ്ങളെപ്പോലെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതിരിപ്പാനും ദൈവകൃപ ചോർന്നു പോകുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മടക്കി പ്രാപിച്ച് ജീവിപ്പാനും ആ തലത്തിൽ ശത്രുവിൻ്റെ കൈകളിൽ അകപ്പെടാതെ ജീവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.